ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിക്ക് പകരമായിട്ട് പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് വെള്ളമാണ്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ 1 കപ്പ് മൈദ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചെറിയൊരു ലൂസായിട്ടും എന്നാൽ ഒരുപാട് കട്ടിയിട്ട് പോകരുത്, ആ ഒരു രീതിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ആക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെള്ളത്തിന് പകരമായിട്ട് പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും, ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബാറ്റർ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിലേക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിലക്കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിലെ ഫില്ലിങ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയുള്ള ആ ഒരു മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. 1/4 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നാൽ ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.